ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 15ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിനുണ്ടാവുന്ന മാറ്റങ്ങൾ, അമ്മയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ്. ഗർഭകാലത്തിന്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ 2ാമത്തെ ആഴ്ചയാണിത്. ഈ വീക്കിൽ അമ്മയിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഗർഭകാലത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഛർദിൽ, ഓർക്കാനും ക്ഷീണം ഒക്കെ ഒരുപാട് കുറവായിരിക്കും. കുറച്ചുകൂടെ എനർജറ്റിക് ആയിരിക്കും ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ. ഭക്ഷണത്തോട് കൂടുതൽ താല്പര്യം തോന്നാം. ഛർദിലും ഓർക്കാനും ഒക്കെ കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ വെയിറ്റ് പതിയെ പതിയെ കൂടാൻ തുടങ്ങുന്നതാണ്. അതുപോലെ ബ്രസ്റ്റിന്റെ സൈസ് കൂടുന്നതാണ്. ബ്രസ്റ്റ് പെയിൻ കൂടുതലായിരിക്കും. നിപ്പിളിൽ നിന്നും ചെറിയ ഡിസ്ചാർജ് ചിലരിൽ കണ്ടുവരാറുണ്ട്. യൂട്രസിന്റെ സൈസ് വലുതാവുന്നത് കൊണ്ട് തന്നെ ഇടുപ്പ് വേദന, ചെറിയ രീതിയിലുള്ള ബാക്ക് പെയിൻ ഒക്കെ ചിലരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നെഞ്ചിരിച്ചില്, ഗ്യാസിന്റെ പ്രോബ്ലം, പെട്ടെന്ന് കിതപ്പ്, മോണയിൽ നിന്നും രക്തം വരുന്നത്, ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷനൊക്കെ കാണാറുണ്ട്. പ്രഗ്നൻസിയുടെ ഒരു ഗ്ലോ ഫേസിൽ കാണാറുണ്ട്. കുഞ്ഞ് വലുതാകുന്നതിനനുസരിച്ച് അമ്മയുടെ വയറും വലുതായിട്ടുണ്ടാവും. ഇനി കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണ് നോക്കാം. കുഞ്ഞ് ഈ വീക്കിൽ നമ്മുടെ കൈവെള്ളയിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസ് ആയിട്ടുണ്ടാവും. കുഞ്ഞിന്റെ ശരീരം തലയേക്കാൾ നീളമുള്ളതായിരിക്കും. കൈവിരലുകൾ ചലിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. കൈകളേക്കാൾ നീളത്തിൽ കാലുകൾ വളരാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞിന്റെ ചെവി എന്ന് പറയുന്നത് കറക്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതുപോലെ കണ്ണ് കുറച്ചുകൂടി ഫേസിന്റെ ഫ്രണ്ടിലായിട്ട് മൂവ് ചെയ്തിരിക്കും. ശരീരത്തിലെ രോമങ്ങളും ഐബ്രോ, തലയിലെ മുടികളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് വളർന്നിട്ടുണ്ടാവും. കുഞ്ഞിന് വെളിച്ചം കാണാൻ കഴിയുന്നതാണ്. എന്നാൽ കുഞ്ഞിന്റെ കണ്ണ് ഇപ്പോഴും അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. കുഞ്ഞ് എക്കിൾ ശബ്ദം പുറപ്പെടുവിക്കും. ശ്വസനനാളത്തിൽ വായുവിനേക്കാൾ അധികം ദ്രാവകം നിറഞ്ഞിരിക്കുന്നതിനാൽ മറ്റു ശബ്ദങ്ങളൊന്നും കുഞ്ഞിനെ പുറപ്പെടുവിക്കാൻ കഴിയില്ല. എല്ലുകളും പേശികളും ഒക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ടാവും. കുഞ്ഞിന്റെ ഹൃദയം ഓരോ മിനിറ്റിലും 120 മുതൽ 160 തവണ മിടിക്കുന്നുണ്ടാവും. 15ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിന്റെ വലിപ്പം എന്ന് പറയുന്നത് ആപ്പിളിന്റെ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ അത്രയുമാണ് ഉണ്ടാവുക. കുഞ്ഞിന്റെ നീളം ഏകദേശം 11 സെന്റിമീറ്ററും കുഞ്ഞിന്റെ ഭാരം എന്ന് പറയുന്നത് 70 ഗ്രാമും ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ 3 മാസങ്ങളിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാമായിരുന്നു. എന്നാൽ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ നമ്മൾ കിടക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കണം. അതുപോലെ ഡോക്ടർ നൽകിയിട്ടുള്ള കാൽഷ്യം, അയൺ ടാബ്ലറ്റ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഫോളോ ചെയ്യുക. കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. ഫോളിക് ആസിഡ്, സിങ്ക്, വൈറ്റമിൻ സി, ഫൈബേഴ്സ്, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഡോക്ടേഴ്സ് റെസ്റ്റ് പറഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾക്ക് കഴിക്കേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടെൻഷനോ ഒന്നും ഇല്ലാണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഉപ്പ്, മധുരം തുടങ്ങിയവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പുറത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.